നമസ്കാരം, ഞാൻ നിയ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നേഹാജുദ്ദീൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഐഷ അമാനി 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഹന ഫാത്തിമ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ആഷ്നി പ്രിയേഷ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങളുടെ കണ്ടുപിടുത്തമായ വേം ഡിറ്റക്റ്റീവ് നൈഫിനെ പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പ്രധാനമായി വയസ്സായവർക്കും കാഴ്ചക്കുള്ളവർക്കും വേണ്ടിയാണ് നിർമ്മിച്ചത്. പഴങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയിൽ പൊതുവായും പുഴുക്കളെ കാണാം. ഇത് നാം അറിയാതെ ഭക്ഷിക്കാറുമുണ്ട്. ഇതിനൊരു പരിഹാരമായാണ് ഞങ്ങൾ ഈ വേം ഡിറ്റക്റ്റീവ് നൈഫ് കണ്ടുപിടിച്ചത്. പുഴുക്കളെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ബയോ സെൻസറാണ് ഞങ്ങൾ ഈ കത്തിയിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കത്തി ഉപയോഗിച്ച് മുറിക്കുമ്പോൾ ഇതിൽ നിന്നും വരുന്ന അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഭക്ഷ്യവസ്തുവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും തിരിച്ച് കത്തിയിൽ വന്ന് പതിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഈ സെൻസർ ഭക്ഷ്യവസ്തുവിൽ എന്തെങ്കിലും ജീവികളുണ്ടെങ്കിൽ അതിനെ സെൻസ് ചെയ്യുകയും ശബ്ദിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇനി ഇത് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഈ തക്കാളി ഇത് പുഴുക്കളില്ലാത്തത് കൊണ്ടാണ് സെൻസർ ശബ്ദിക്കാത്തത്. ഈ പച്ചക്കറിയിൽ പുഴുക്കൾ ഉള്ളത് കൊണ്ടാണ് സെൻസർ ശബ്ദിച്ചത്. ഇനി ഇതിൻ്റെ നിർമ്മാണ രീതി നോക്കാം. ഇതിനായി ഒരു കത്തിയും ഒരു സെൻസറുമാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി കത്തിയിൽ ഒരു ബയോ സെൻസർ ഘടിപ്പിക്കുക. ബയോസെൻസർ കാണിച്ചു തരൂല, അത് കാണിക്കണം. ജനങ്ങൾ പുഴുക്കളും കീടങ്ങളുമില്ലാത്ത ഭക്ഷണം കഴിച്ച് ആരോഗ്യപരമായി ഇരിക്കുക എന്നതാണ് ഞങ്ങൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ കത്തി നിർമ്മിക്കാൻ ഞങ്ങളെ സഹായിച്ചത് മുതിർന്നവരും അധ്യാപകരുമാണ്.